എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2/8/2025 നടന്ന ഫസ്റ്റ് സ്റ്റേജ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആര്യ സമാജം. ആര്യ സമാജത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നോക്കാം. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇത് സ്ഥാപിതമായത് 1875-ലാണ്. ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യമാണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നത്. 10 തത്വങ്ങൾ എന്നത് ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ജാതിയില്ലാത്ത ഹൈന്ദവരുടെ നവോത്ഥാന സംഘടനയാണ് ആര്യ സമാജം. രണ്ടാമത്തെ ചോദ്യം തെറ്റാണ്. 1925-ലല്ല, പകരം 2025 ജൂണിലാണ് അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ നവാഷേവ തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് 503 കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി, ലാഹോർ. നമ്മൾ കഴിഞ്ഞ ഹിസ്റ്ററി ക്ലാസ്സിൽ INC ലാഹോർ സെഷനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി, ഇറയിളി. മാർത്താണ്ഡവർമ്മ നടത്തിയ ഭരണപരിഷ്കാരങ്ങളും നോക്കാം. 1729-ലാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നത്. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലൊന്നാണ് തൃപ്പടിദാനം. 1750 ജനുവരി 3-നാണ് തൻ്റെ രാജ്യം അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. ഇതോടെ ശ്രീ പത്മനാഭസ്വാമി രാജ്യത്തിൻ്റെ അധിപനും രാജാവ് അദ്ദേഹത്തിൻ്റെ ദാസനുമായി തീർന്നു. മാർത്താണ്ഡവർമ്മ രാജ്യത്തെ പല റവന്യൂ യൂണിറ്റുകളായി വിഭജിച്ചിരുന്നു. ഏറ്റവും താഴെയുള്ള യൂണിറ്റ് ഗ്രാമമായിരുന്നു. ഗ്രാമഭരണത്തിൻ്റെ ചുമതല പ്രാവർത്തക്കാർക്കായിരുന്നു. ഗ്രാമങ്ങളുടെ ഒരു സംഘത്തെ മണ്ഡപത്തും വാതുക്കൽ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ 20 മണ്ഡപത്തും വാതുക്കൽ ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു സ്ഥിരം സൈന്യത്തെ രൂപീകരിച്ചു. കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നികുതി ഇളവ് നൽകിയിരുന്നു. ഇത് ഇറയിളി എന്നറിയപ്പെട്ടു. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ ഡി, മലബാർ. കഴിഞ്ഞ ഹിസ്റ്ററി ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഹിസ്റ്ററി PYQ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിൽ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ഉത്തരം ബഗ്ലിഹാറാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ തെറ്റാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവനം. അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ, കുറ്റകൃത്യത്തിന് ഇരയായി കൊലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ, ഭർത്താവ്, അവിവാഹിതരായ മകൻ, മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജീവനം. മറ്റു പദ്ധതികളെക്കുറിച്ചും കൂടി നമുക്ക് നോക്കാം. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഭിന്നശേഷി വ്യക്തികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1 ശരി. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക കാറ്റായ ലൂ ഉണ്ടാകുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. വിശദമായ ജിയോഗ്രഫി ക്ലാസുകൾ പ്ലേലിസ്റ്റിലുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യൻ മഹാസമുദ്രത്താൽ ചുറ്റപ്പെട്ട പ്രദേശം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ. അടുത്തത്, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം? ഉത്തരം ഓപ്ഷൻ എ, 97°25' കിഴക്ക് രേഖ. അടുത്ത ചോദ്യം, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? ഉത്തരം
ഓപ്ഷൻ ഡി സിന്ധു. അടുത്തത്, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ രണ്ടു രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് ഉത്തരം ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ്. അടുത്തത്, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ. നിതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ. അടുത്തത്, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത്? ഉത്തരം ഓപ്ഷൻ എ ഗുരുജട അപ്പറാവു. പ്രശസ്ത തെലുങ്ക് കവിയും നാടകകൃത്തുമാണ് ഗുരുജട അപ്പറാവു. 2025-2026 ബജറ്റിൻ്റെ തീമാണ് വികസിത ഭാരതം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 8 തവണയാണ് അവതരിപ്പിച്ചത്. അടുത്തത്, നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ജെ ഷുംപീറ്റർ. അടുത്തത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി സർക്കാർ ജീവനക്കാർ. സംഘടിത, അസംഘടിത അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലെ എല്ലാ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഒരു കോഡാണ് 2020 സാമൂഹിക സുരക്ഷാ കോഡ്. 2020 സാമൂഹിക സുരക്ഷാ കോഡിൽ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ചലച്ചിത്ര വ്യവസായ തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തി ജീവനക്കാരുടെ നിർവചനം വിശാലമാക്കിയിട്ടുണ്ട്. അടുത്തത്, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വച്ചത്? ഉത്തരം ഓപ്ഷൻ എ ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ. സുസ്ഥിര വികസനത്തിൻ്റെ ആദ്യ നിർവചനം നൽകിയത് 1987 ബ്രണ്ട് ലാൻഡ് റിപ്പോർട്ടിലാണ്. അടുത്ത ചോദ്യം, ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി അന്ത്യോദയ അന്ന യോജന പദ്ധതി. ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം ആളുകളെ അന്ത്യോദയ അന്ന യോജന, മുൻഗണനാ വിഭാഗം എന്നീ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. കുട്ടികൾ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് മഴവില്ല് പദ്ധതി. ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ് പ്രത്യേകം തൊഴിൽ വകുപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് 1946 ജനുവരി 26 154 നമ്പർ ഉത്തരവ് പ്രകാരം ലേബർ കമ്മീഷണറുടെ തസ്തിക അനുവദിച്ച് ഉത്തരവായി. അതുവരെ വ്യാവസായിക വകുപ്പിൻ്റെ ഭാഗമായിരുന്ന തൊഴിൽ വകുപ്പ് അന്നേ ദിവസം മുതലാണ് പ്രത്യേക വകുപ്പായി പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൻ്റെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭ അംഗമാവാനുള്ള യോഗ്യതകൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 30 വയസ്സിൽ കുറയാത്ത പ്രായമുണ്ടായിരിക്കണം, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടറായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നിവയാണ്. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം തുല്യമല്ല. അത് അവിടുത്തെ ജനസംഖ്യയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അടുത്തത്, MGNREGA പൂർണ്ണരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 2 ആണ് തെറ്റ്. 2019 ഓഗസ്റ്റ് 5 ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായും പുനഃസംഘടിപ്പിക്കുന്നതിന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370.
ഈ അനുച്ഛേദം ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ ഡി കേരളം. 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാനും അവരുടെ ഉൽപാദനക്ഷമതയും മൗലികവും നൂതനവുമായ ആശയങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടാക്കാനുള്ള കഴിവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുമായാണ് രാജ്യത്താദ്യമായി കമ്മീഷൻ നിലവിൽ വരുന്നത്. കമ്മീഷനിൽ സർക്കാർ വിജ്ഞാപനം വഴി നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണും 4ൽ കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ ഉൾപ്പെടെ കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കും. അവരിൽ ഒരാൾ പട്ടികജാതികളിലോ പട്ടിക ഗോത്രവർഗങ്ങളിലോ പെട്ടയാളോ മറ്റൊരാൾ വനിതയോ ആയിരിക്കും. കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. നിലവിലെ കേരള സാമൂഹിക നീതി മന്ത്രിയാണ് ആർ ബിന്ദു. അടുത്ത ചോദ്യത്തിൽ ചെറിയ പിശകുണ്ട്. സുരക്ഷാ നയമല്ല, പകരം സുരക്ഷായാനം ആണ് വരേണ്ടത്. സുരക്ഷായാനം എന്നത് ഓപ്ഷൻ ബി KSDMA ആപ്തവാക്യമാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2025 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമം മൂലം നിലവിൽ വന്ന എന്നാൽ സ്വയംഭരണ അവകാശമില്ലാത്ത ഒരു സ്ഥാപനമാണ്. 2007 ഇത് നിലവിൽ വന്നത്. മുഖ്യമന്ത്രി ചെയർമാനും സംസ്ഥാന റവന്യൂ മന്ത്രി വൈസ് ചെയർമാനുമാണ് ഇവിടെ. ഇതിൽ 10ൽ കൂടുതൽ അല്ലാത്ത അംഗങ്ങളുണ്ട്. CEO ആയിട്ട് പ്രവർത്തിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കൺവീനർ. കൃഷി മന്ത്രി ഒരു മെമ്പറാണ്. ഇതിൻ്റെ മുദ്രാവാക്യമാണ് ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സുരക്ഷായാനം എന്നതാണ്. KSDMA ലോഗോയിൽ 24 സ്പോക്കുകളുണ്ട്. 24 അവേഴ്സും അലേർട്ടായിരിക്കും എന്നത് ഇതിനെ സൂചിപ്പിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തുപേരിൽ? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19ൽ പെടാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഈ പ്രസ്താവന സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നു. സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ എ ആമുഖം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അടുത്ത ചോദ്യം, സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുമുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ ഗവേണൻസ് ഫോർ ഗ്രോത്ത് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഈ കോട്ട്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. സെൻസസ് യൂണിയൻ ലിസ്റ്റിലും ജയിലുകൾ സംസ്ഥാന ലിസ്റ്റിലും വനം കൺകറൻറ്റ് ലിസ്റ്റിലും സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിലാണ് പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് പ്രസ്താവന തെറ്റ്. ഓപ്ഷൻ ബി ആൻസർ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3-നാണ് നിലവിൽ വന്നത്. ആദ്യ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി Rs 2500. എന്നാൽ ഇതിന് ചെറിയ മാറ്റമുണ്ട്. പൊതു ഇടങ്ങളിലടക്കം മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് തെളിവ് സഹിതം വിവരം നൽകുന്നവർക്ക് ചുമത്തുന്ന പിഴത്തുകയുടെ 4/1 പരമാവധി 2500 രൂപയോ ആയിരുന്നു പാരിതോഷികം. എന്നാൽ ഇപ്പോൾ അത് മാലിന്യം വലിച്ചെറിയൽ വിവരം നൽകുന്നവർക്ക് പിഴത്തുകയുടെ 25% മാത്രമാണ് പാരിതോഷികം നൽകുന്നത്. അതിൽ 2500 രൂപ എന്ന പരിധി ഒഴിവാക്കിയിട്ടുണ്ട്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം. അടുത്തത്, അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 5.6-ൽ താഴെയാണ്. സാധാരണ മഴവെള്ളത്തിൻ്റെ pH മൂല്യം ഏകദേശം 5.6 ആണ്. അമ്ലമഴയുടെ pH മൂല്യം 5.6-ൽ താഴെയാണ്. ആസിഡ് മഴയ്ക്ക് കാരണം നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സൈഡുകളാണ്. അടുത്ത ചോദ്യം, CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞതെല്ലാം.
ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഗോരകൾ ചികിത്സ തുടങ്ങിയ മേഖലകൾ CRISPR-Cas9 ഉപയോഗിക്കുന്നു. Cas9 ആണ് DNA കട്ടിംഗ് എൻസൈം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. BCG വാക്സിൻ ക്ഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. OPV പോളിയോ വാക്സിനാണ്. MR വാക്സിൻ മീസിൽസിനും റുബെല്ലയ്ക്കുമുള്ള വാക്സിനാണ്. ദ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ അഥവാ PCV ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ്. റോട്ടോ വൈറസിൽ നിന്നുള്ള സംരക്ഷണം നൽകാനാണ് റോട്ടോ വൈറസ് വാക്സിൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ റിക്കറ്റ്സ്. അടുത്തത്, ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അടുത്ത ചോദ്യം, തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്ത, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, സമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുലയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്ന ഭാഗം സെറിബെല്ലമാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ചൈന. അടുത്തത്, നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. അടുത്ത ചോദ്യം, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഉത്തരം ഓപ്ഷൻ സി 3ആം ചലന നിയമം. അടുത്തത്, വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഗാമാ കിരണമാണ്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യവും ഉയർന്ന ആവൃത്തിയും ഗാമാ കിരണങ്ങൾക്കാണ്. അവയ്ക്ക് തുളച്ച് കയറാനുള്ള ഉയർന്ന ശക്തിയുണ്ട്. അടുത്ത ചോദ്യം, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 0. അടുത്ത ചോദ്യം, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആൽഫാഫോൾഡ്. ഗൂഗിൾ ഡീപ് മൈൻഡ് റിസർച്ചേഴ്സായ ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും ചേർന്ന് 2020 ആൽഫാഫോൾഡ് 2 എന്ന AI മോഡൽ അവതരിപ്പിച്ചു. അതിൻ്റെ സഹായത്തോടെ 20 കോടി പ്രോട്ടീനുകളുടെ ഘടന പ്രവചിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് ഡെമിസ് ഹസാബിനെയും ജോൺ ജമ്പറിനെയും 2024 കെമിസ്ട്രി നോബൽ പുരസ്കാരത്തിന് അർഹരാക്കിയിട്ടുണ്ട്. ഡേവിഡ് ബേക്കറുമായി ചേർന്ന് 2024 രസതന്ത്ര നോബൽ അവർ പങ്കിട്ടു. ഗൂഗിൾ ഡീപ് മൈൻഡ് CEO ആണ് ഡെമിസ് ഹസാബിസ്. അടുത്ത ചോദ്യം, 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 3 മോൾ. ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജനും 1 കാർബണും ഉണ്ട്. ഒരു കാർബണിൻ്റെ മൊളാർ മാസ് 12 ഗ്രാമാണ്. ഓക്സിജൻ്റെ മൊളാർ മാസ് 16 ഗ്രാമാണ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന് 44 ഗ്രാം ഭാരമുണ്ട്. 132നെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. അതായത് 132 കാർബൺ ഡൈ ഓക്സൈഡ് എന്നത് 3 മോളാണ്. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ അതിപൂരിത ലായനി. അടുത്തത്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഉത്തരം ഓപ്ഷൻ എ അൽനിക്കോ. അടുത്തത്, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി അസറ്റിലീൻ. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി? ഉത്തരം ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യകാരൻ NS മാധവനാണ് ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ SK വസന്തനാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവയാണ് ശരി. വൈശാഖ മഹോത്സവം നടക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. പുത്തിരി തിരുവപ്പന നടക്കുന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. വൃശ്ചികോത്സവം നടക്കുന്നത് തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന വാർഷിക ഉത്സവങ്ങളിലൊന്നാണ് പൈങ്കുനി ഉത്സവം. അടുത്ത ചോദ്യം,
2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ് അത്. അടുത്ത ചോദ്യം, 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4, 6 എന്നിവയാണ്. പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം തുടങ്ങിയവയാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ. മിതുവ നൃത്തം ഇതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും ഉൾപ്പെടുന്നു. കുകേഷ് ടി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ എന്നിവർ എല്ലാവർക്കും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന 2024 ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം? ഉത്തരം ഓപ്ഷൻ ബി, ചെനാബ് റെയിൽവേ പാലം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നിരീക്ഷകൻ എഴുതിയത് VJ ജെയിംസ് ആണ്. മീശ S ഹരീഷിൻ്റെയും ലണ്ടൻ ബത്തേരിൽ ലുത്തീനകൾ എന്ന ബുക്ക് NS മാധവൻ്റേതാണ്. സമ്പർക്ക കാന്തിയുടെ രചയിതാവ് V ഷിനിലാലാണ്. ചോദ്യം, ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി, അമരാവതി. അടുത്തത്, നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഓപ്ഷൻ സി, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ അഥവാ DHCP. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തതേത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലിബ്രെ ഓഫീസ് ഇംപ്രസ് ആണ് ഇതിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത്. മൈക്രോസോഫ്റ്റ് ഇംപ്രസ് പ്രോഗ്രാമിന് ബദലായിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ് ഇംപ്രസ്. ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹിക മാധ്യമം ആണ്? ഉത്തരം ഓപ്ഷൻ എ, ഡയാസ്പൊറ. ഡയാസ്പൊറ സോഷ്യൽ നെറ്റ്വർക്ക് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയിലല്ല. മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഡീസെൻട്രലൈസ്ഡ് സെർവറുകളിൽ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ പേഴ്സണലൈസ്ഡ് സെർവറുകൾക്ക് പോഡ്സ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഡീപ്സീക്ക്. ഡീപ്സീക്ക് R1 എന്നാണ് മോഡലിൻ്റെ മുഴുവൻ പേര്. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്? ഉത്തരം ഓപ്ഷൻ എ, 283ാമത്തെ റിപ്പോർട്ടാണത്. പോക്സോ നിയമപ്രകാരം സമ്മതം നൽകുന്നതിനുള്ള പ്രായം എന്ന വിഷയത്തിൽ ഇന്ത്യൻ നിയമ കമ്മീഷൻ റിപ്പോർട്ട് നമ്പർ 283 2023 പ്രസിദ്ധീകരിച്ചത്. 283 നിയമ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം. 16 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ആൺകുട്ടിയുമായി പ്രണയത്തിലാകുകയോ ഒളിച്ചോടുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമ്മതത്തിനുള്ള പ്രായ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2022 നവംബർ 9 കർണാടക ഹൈക്കോടതിയിലെ ധർവാഡ് ബെഞ്ച് നിയമ കമ്മീഷന് ഒരു റഫറൻസ് ലഭിച്ചു. ഇതുപ്രകാരം അന്വേഷിച്ച നിയമ കമ്മീഷൻ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ബാലപീഡനം, ബാലക്കടത്ത്, ബാലവേശ്യാവൃത്തി തുടങ്ങിയ ദോഷങ്ങൾ കണക്കിലെടുത്ത് പോക്സോ നിയമത്തിന് കീഴിലുള്ള നിലവിലുള്ള പ്രായപരിധിയിൽ മാറ്റം വരുത്തുന്നത് ഉചിതമല്ലെന്ന് കമ്മീഷൻ കരുതുന്നു. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന എല്ലാ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം പരിഗണിച്ച ശേഷം 16നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടിയുടെ ഭാഗത്തുനിന്ന് നിയമത്തിൽ സമ്മതമില്ലാതെയാണെങ്കിലും മൗനാനുവാദം ലഭിക്കുന്ന കേസുകളിൽ സാഹചര്യം പരിഹരിക്കുന്നതിന് പോക്സോ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടത് ആവശ്യമാണെന്ന് കമ്മീഷൻ കരുതുന്നു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 2D പ്രകാരം രക്ഷിതാവാര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുത്തവരും രണ്ടാനച്ഛൻ എന്ന രണ്ടാനമ്മയും രക്ഷിതാവ് എന്ന നിലയിൽ വരും. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 8-ലാണിത്. ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 338ാമത്തെ അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഉത്തരം ബി.
എല്ലാം ശരിയാണ് എന്നാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത് പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 18 വയസ്സിന് താഴെ. ഫസ്റ്റ് ഏജ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.